ഭർത്താവിനോട്, ഭാര്യയോടോ, അച്ഛനോടോ, അമ്മയോടോ, വീട്ടിലുള്ളവരോടോ ദിവസവും പറയുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷിൽ പറയാൻ ആഗ്രഹമുണ്ടോ? ഇന്ന് ഈ ഒരു വീഡിയോയിൽ വീട്ടിൽ ദിവസവും പറയുന്ന ഇംഗ്ലീഷ് സെന്റൻസസ് പഠിക്കാം. ഹായ് എവരിവൺ, വെൽക്കം ടു ലേൺ ഇംഗ്ലീഷ് വിത്ത് ലിജിത. ഇന്ന് നമുക്ക് വീട്ടിലെ കുടുംബാംഗങ്ങളോട് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് പഠിക്കാം. ഓരോ സെന്റൻസും എന്നോടൊപ്പം റിപ്പീറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഡേ 4 ആണ്. ഡേ 1ഉം 2ഉം 3ഉം ഒക്കെ നമ്മൾ ഓൾറെഡി ക്ലാസ് ചെയ്തിട്ടുണ്ട്. വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാണണം. ആ ഓരോ സെന്റൻസ് റിപ്പീറ്റ് ചെയ്യാനായിട്ടും ശ്രമിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് തുടങ്ങിയാലോ നമുക്ക്. അപ്പൊ ഇന്ന് ആദ്യം തന്നെ നമുക്ക് പറയാം ഗുഡ് മോർണിംഗ് എന്നുള്ളത്. ഗുഡ് മോർണിംഗ് എന്നുള്ളത് നമ്മൾ 1-2 വീഡിയോസിൽ പറഞ്ഞു തന്നെയായിരുന്നു, എങ്കിലും ഒന്നുകൂടി പറയുന്നു ഗുഡ് മോർണിംഗ് അല്ലെ. ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ സുപ്രഭാതം. ആദ്യം കാണുമ്പോൾ അല്ലെ, രാവിലെ എണീച്ച് വരുന്ന ഒരാളോട് നമ്മൾ എന്താണ് ഗുഡ് മോർണിംഗ് എന്ന് പറയാറുണ്ട് അല്ലെ. അതേപോലെ തന്നെ രാവിലെ എണീറ്റ് വരുമ്പോൾ കാണുന്നത് എന്നല്ല, ആ ഒരു ദിവസം നമ്മൾ ആദ്യമായിട്ടൊരു വ്യക്തിയെ കാണുമ്പോൾ നമുക്ക് എന്താണ് ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ പറ്റും കേട്ടോ. അപ്പൊ ഗുഡ് മോർണിംഗ് എന്നുള്ളതാണ് ആദ്യത്തെ സെന്റൻസ് എന്ന് പറയുന്നത്. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സുപ്രഭാതം. ഡിഡ് യു സ്ലീപ് വെൽ? നന്നായി ഉറങ്ങിയോ അല്ലെ. രാവിലെ എണീറ്റ് വരുമ്പോ അല്ലെ, ഇപ്പൊ വീട്ടിലുള്ള ആരെങ്കിലും എണീറ്റ് വരുമ്പോ എന്താണ് ഡിഡ് യു സ്ലീപ് വെൽ? നന്നായി ഉറങ്ങിയോ അല്ലെ, ഉറക്കൊക്കെ ശരിയായോ എന്ന് നമ്മൾ ചോദിക്കാറില്ലേ. അപ്പൊ അതിന് എന്താ ചോദിക്കുക? ഡിഡ് യു സ്ലീപ് വെൽ അല്ലെ, നീ നന്നായി ഉറങ്ങിയിരുന്നോ, അത് ഉറങ്ങിയിട്ടില്ലേ എന്നൊക്കെ ഒരു ആശങ്ക ഉണ്ടാവും അല്ലെ. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ രാവിലെ എന്തായാലും ചോദിക്കാറുള്ള ഒരു സെന്റൻസ് ആണ് ഡിഡ് യു സ്ലീപ് വെല്ലേ, നീ നന്നായി ഉറങ്ങിയോ എന്നുള്ളത്. ഓർത്ത് വെക്കില്ലേ? എന്താണ്? ഡിഡ് യു സ്ലീപ് വെൽ അല്ലെ, നന്നായി ഉറങ്ങിയോ. ഹൗ ആർ യു ടുഡേ? ഇന്ന് എങ്ങനെയുണ്ട്, ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കില്ലേ. ഇന്ന് രാവിലെ തന്നെ നീറ്റ് വരുമ്പോ എങ്ങനെയുണ്ട് ഇന്ന് അങ്ങനെ ചോദിക്കില്ലേ. അപ്പൊ എന്താ പറയാ? ഹൗ ആർ യു ടുഡേ അല്ലെ, എങ്ങനെയുണ്ട് ഇന്ന്, നല്ല തന്നെയാണോ, നല്ല ദിവസമാണോ, അതോ എന്താണ് മൂഡ് ഓഫ് ആണോ എന്നൊക്കെ ചോദിക്കും അല്ലെ. അപ്പൊ ഹൗ ആർ യു ടുഡേ, ഇന്ന് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് പറഞ്ഞു? ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു. ഡിഡ് യു സ്ലീപ് വെൽ? നന്നായി ഉറങ്ങിയോ എന്ന് ചോദിച്ചു അല്ലെ. പിന്നെ എന്താ ചോദിച്ചത്? ഹൗ ആർ യു ടുഡേ, ഇന്ന് എങ്ങനെയുണ്ട് എന്നും ചോദിച്ചു അല്ലെ. അപ്പൊ ഈ 3 സെന്റൻസ് ഓർമ്മയുണ്ടല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് ഈസ് റെഡി, പ്രഭാത ഭക്ഷണം തയ്യാറായില്ലേ. പ്ലീസ് കം ആൻഡ് ഈറ്റ്, വന്ന് ഭക്ഷണം കഴിക്കുക അല്ലെ, വന്ന് പ്രഭാത ഭക്ഷണം കഴിക്കുക അല്ലെ. ബ്രേക്ക്ഫാസ്റ്റ് ഈസ് റെഡി അല്ലെ, എന്താ പറയേണ്ടത്? ബ്രേക്ക്ഫാസ്റ്റ് ഈസ് റെഡി, പ്രഭാത ഭക്ഷണം തയ്യാറായി. പ്ലീസ് കം ആൻഡ് ഈറ്റ് അല്ലെ, നീ വന്ന് കഴിക്ക്. രാവിലെ നമ്മൾ പറയാറില്ലേ, ബ്രേക്ക്ഫാസ്റ്റ് ഈസ് റെഡി അല്ലെ, ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയി, വന്ന് കഴിക്കിട്ടോ എന്ന് പറയില്ലേ. പ്ലീസ് കം ആൻഡ് ഈറ്റ്, വന്ന് കഴിക്ക്. അപ്പൊ എന്താണ് പറയേണ്ടത്? ബ്രേക്ക്ഫാസ്റ്റ് ഈസ് റെഡി അല്ലെ, പ്രഭാത ഭക്ഷണം തയ്യാറായി. പ്ലീസ് കം ആൻഡ് ഈറ്റ്, വന്ന് കഴിക്ക്. പറയാറില്ലേ? വുഡ് യു ലൈക്ക് സം ടീ? കുറച്ച് ചായ വേണോ? എന്താ ചോദിക്കുക? വുഡ് യു ലൈക്ക് സം ടീ? കുറച്ച് ചായ വേണോ നിനക്ക് ചോദിക്കാറില്ലേ. വുഡ് യു ലൈക്ക് സം ടീ? കുറച്ച് ചായ വേണോ. അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെ പറഞ്ഞു? ബ്രേക്ക്ഫാസ്റ്റ് ഈസ് റെഡി അല്ലെ, എന്താണ്? പ്രഭാത ഭക്ഷണം തയ്യാറായി. പ്ലീസ് കം ആൻഡ് ഈറ്റ്, വന്ന് ഭക്ഷണം കഴിക്കൂ അല്ലെ, വന്ന് പ്രഭാത ഭക്ഷണം കഴിക്കൂ, വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൂ. വുഡ് യു ലൈക്ക് സം ടീ? കുറച്ച് ചായ വേണോ നിനക്ക്? വുഡ് യു ലൈക്ക് സം ടീ? കുറച്ച് ചായ വേണോ എന്നും ചോദിച്ചു അല്ലെ. ക്യാൻ യു ഹെൽപ് മീ? ക്യാൻ യു ഹെൽപ് മീ എന്നുള്ളത് നമ്മൾ മിക്കവാറും ചോദിക്കാറുള്ളതാണ് അല്ലെ. ഒന്നിൽ ഭർത്താക്കന്മാരോട് ചോദിക്കും, അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും ഒക്കെ ആയിട്ട് ചോദിക്കില്ലേ. ക്യാൻ യു ഹെൽപ് മീ, എന്നെ ഒന്ന് സഹായിക്കോ അല്ലെ, എന്താണ് എന്നെ ഒന്ന് സഹായിക്കോ പ്ലീസ്, ക്യാൻ യു ഹെൽപ് മീ എന്ന് ചോദിക്കാറുണ്ട് അല്ലെ. അപ്പൊ എന്താണ് എന്നെ ഒന്ന് സഹായിക്കോ എന്നുള്ളതിന് എന്താ ചോദിക്കേണ്ടത്? ക്യാൻ യു ഹെൽപ് മീ അല്ലെ, എന്നെ ഒന്ന് സഹായിക്കോ. എന്താണ്? ക്യാൻ യു ഹെൽപ് മീ, ക്യാൻ യു ഹെൽപ് മീ. പ്ലീസ് ക്ലോസ് ദ ഡോർ, എന്താണ് ആ വാതിലൊന്ന് അടയ്ക്കോ അല്ലെ. എന്താണ് നമ്മൾ ചിലപ്പോ കിച്ചണിൽ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ പറയും എന്താണ്, വാതിൽ തുറന്നിടരുത്, അതൊന്ന് അടയ്ക്കുക അല്ലെ. പ്ലീസ് ക്ലോസ് ദി ഡോർ, വാതിലൊന്ന് അടയ്ക്കുക. ഇനി ഇത് പറയുന്നതിനും വ്യത്യാസം ഉണ്ട് കേട്ടോ. എന്താണ് നമ്മളിപ്പോ ഒരു എന്താ പറയാ, ഒരു സ്നേഹത്തോടെ അല്ലെങ്കിൽ എന്താണ് ഒരു അപേക്ഷ രീതിയിൽ പറയുകയാണെങ്കിൽ പ്ലീസ് ക്ലോസ് ദ ഡോർ എന്ന് പറയില്ലേ. ഷൗട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ആ വാതിലൊന്ന് അടയ്ക്കണം എന്നൊക്കെ പോയി പറയുകയാണെങ്കിൽ എന്താണ് ക്ലോസ് ദാറ്റ് ഡോർ എന്നൊക്കെ പറയില്ലേ. അപ്പൊ നമ്മൾ പറയുന്ന ടോണിനനുസരിച്ചും എന്താണ് അതിൽ വ്യത്യാസം വരും കേട്ടോ. നമ്മൾ സൗമ്യമായി പറയുകയാണെങ്കിൽ എന്താണ് പ്ലീസ് ക്ലോസ് ദ ഡോർ അല്ലെങ്കിൽ ക്ലോസ് ദ ഡോർ അല്ലെ, ആ വാതിലൊന്ന് അടയ്ക്കുക എന്ന് പറയും. അപ്പൊ നമ്മൾ രാവിലെ നമുക്ക് അടുക്കളയിൽ നിൽക്കുമ്പോ അറിയാം നമ്മളുടെ മൂഡിനനുസരിച്ചാണ് നമ്മള് ട്യൂൺ മാറുക അല്ലെ. അത് ചിലപ്പോ നല്ല ഷൗട്ട് ചെയ്തിട്ട് പറയും, ചിലപ്പോ നല്ല സോഫ്റ്റ് ആയിട്ട് പറയും. എങ്ങനെയാണെങ്കിലും നമുക്ക് പറയാവുന്നതാണ്. അപ്പൊ വാതിലടയ്ക്കാനുണ്ടെങ്കിൽ എന്താണ് പറയേണ്ടത്? ക്ലോസ് ദ ഡോർ അല്ലെ, പ്ലീസ് ക്ലോസ് ദ ഡോർ, ദയവായി ആ വാതിലൊന്ന് അടയ്ക്കൂ അല്ലെ. എന്താണ്? പ്ലീസ് ഓപ്പൺ ദാറ്റ് വിൻഡോ, എന്താണ് ആ വിൻഡോ ഒന്ന് തുറന്നിട് അല്ലെ, ആ ജനലൊന്ന് തുറന്നിടോ. എങ്ങനെ ചോദിക്കുക, എങ്ങനെ പറയാം നമ്മള്? പ്ലീസ് ഓപ്പൺ ദാറ്റ് വിൻഡോ അല്ലെ, ആ വിൻഡോ ഒന്ന് തുറന്നിട് അല്ലെ. രാവിലെ തന്നെ എന്താണ് ഒക്കെ അടച്ചുപൂട്ടിയിടല്ലേ. പ്ലീസ് ഓപ്പൺ ദാറ്റ് വിൻഡോ, ആ വിൻഡോസ് ഒക്കെ ഒന്ന് തുറന്നിട്. പിന്നെന്താണ്? പ്ലീസ് ക്ലോസ് ദിസ് ഡോർ അല്ലെ, ഈ ഡോർ ഒന്ന് അടയ്ക്കുക. അപ്പൊ എന്തൊക്കെ പറഞ്ഞത്? ക്ലോസ് ദിസ് ഡോർ അല്ലെ, അല്ലെങ്കിൽ ക്ലോസ് ദാറ്റ് ഡോർ, ആ ഡോർ അടയ്ക്കുക, അല്ലെങ്കിൽ ഈ ഡോർ അടയ്ക്കുക എന്നുള്ളത് പറഞ്ഞു അല്ലെ. അപ്പൊ എന്താണ്
പ്ലീസ് ക്ലോസ് ദി ഡോർ. പിന്നെന്താണ് ജനലൊന്ന് തുറക്കുക എന്നുള്ളതിന് എന്താ പറയാണ്? പ്ലീസ് ഓപ്പൺ ദി വിൻഡോ അല്ലെ. ജനലൊന്ന് തുറന്നിട്. ഓപ്പൺ എന്ന് പറഞ്ഞാൽ തുറക്കുക അല്ലെ. വിൻഡോ എന്താണ്? ജനലാണ്. പ്ലീസ് ഓപ്പൺ ദി വിൻഡോ. ആ ജനലൊന്ന് തുറന്നിട്. ഓക്കെ അല്ലേ? ഇനി അടുത്തതായിട്ട് വേർ ആർ യു ഗോയിങ്? നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത് അല്ലെ. രാവിലെ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഹസ്ബൻഡ് മുണ്ടൊക്കെ എടുത്ത് ഷർട്ടൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കണമെങ്കിൽ നിങ്ങൾ ചോദിക്കും, നമ്മൾ ഓടിച്ചെന്ന് ചോദിക്കില്ലേ, വേർ ആർ യു ഗോയിങ്? നിങ്ങൾ എങ്ങോട്ടാ പോണേ? ഇപ്പൊ മക്കളോടാണെങ്കിലും അല്ലെ, വേർ ആർ യു ഗോയിങ്? നീ എവിടേക്കാണ് പോകുന്നത്? നീ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കില്ലേ. അപ്പൊ അതിനെന്താ പറയേണ്ടത്? വേർ ആർ യു ഗോയിങ് അല്ലെ. നീ എങ്ങോട്ടേക്കാണ് പോകുന്നത് ചോദിക്കില്ലേ ഇനി മുതല്. ഇനി വെൻ വിൽ യു കം ബാക്ക്? ഇനി എപ്പോഴാ തിരിച്ചു വരിക അല്ലെ. ഇപ്പൊ പോണൊക്കെ ഉണ്ട്, ഇനി എപ്പോഴാണ് ഇങ്ങോട്ട് തിരിച്ചു വരുന്നത്? എന്താ ചോദിക്കുക? എപ്പോ തിരിച്ചു വരുന്നത് എങ്ങനെ ചോദിക്കുക? വെൻ വിൽ യു കം ബാക്ക് അല്ലെ. എപ്പോ തിരിച്ചെത്തും? എങ്ങനെ ചോദിക്കേണ്ടത്? വെൻ വിൽ യു കം ബാക്ക് അല്ലെ. അപ്പൊ വേർ ആർ യു ഗോയിങ്? നീ എങ്ങോട്ടേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? വെൻ വിൽ യു കം ബാക്ക്? എപ്പോഴാണ് തിരിച്ചു വരുന്നത്? ഇപ്പൊ രണ്ടും കിട്ടില്ലേ? എങ്ങോട്ടേക്ക് പോകുന്നത് എന്നുള്ളതിന് എന്ത് ചോദിക്കും? വേർ ആർ യു ഗോയിങ് അല്ലെ. ഇനി എപ്പോഴാണ് തിരിച്ചു വരുന്നത് എന്നുള്ളതാണെങ്കിലോ വെൻ വിൽ യു കം ബാക്ക്. ഓർത്ത് വെക്കണം കേട്ടോ. ഇനി നമ്മൾ പറയില്ലേ എന്താണ്? ടേക്ക് കെയർ, ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കണം എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ബി കെയർഫുൾ, ശ്രദ്ധിക്കണം അല്ലെ. ബി കെയർഫുൾ എന്നുള്ളത് പറഞ്ഞു. അതേപോലെ തന്നെ ഇവിടെ എന്താണ്? ടേക്ക് കെയർ അല്ലെ. ടേക്ക് കെയർ അടുത്തൊരു വാക്കാണ്. ശ്രദ്ധിക്കണം എന്നുള്ളതിന് എന്താണ്? ടേക്ക് കെയർ അല്ലെ. ശ്രദ്ധിച്ചു പോണം കേട്ടോ അല്ലെ. ഇങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ എന്താണ്? ബി കെയർഫുൾ, ശ്രദ്ധയോടെ പോണം അല്ലെ. ബി കെയർഫുൾ അല്ലെ. എന്താണ്? ശ്രദ്ധിക്കണം എന്ന് പറയാറുണ്ട് അല്ലെ. ഇപ്പൊ ശക്തമായ ഈ ഒരു മഴ സമയത്തൊക്കെ എന്താണ്? പുറത്തേക്ക് വണ്ടി എടുത്ത് പോകുമ്പോൾ നമ്മൾ പറയാറുണ്ട് എന്താണ്? ഡ്രൈവ് സേഫ്ലി, സുരക്ഷിതമായി വാഹനം ഓടിക്കൂ അല്ലെ. എന്താണ്? ടെൻഷൻ ആയിരിക്കും നമുക്ക് അല്ലെ. മഴയാണ്, സ്ലിപ്പായിട്ടിരിക്കുന്ന റോഡൊക്കെ ആയിരിക്കും. അപ്പൊ ഈ ഒരു സമയത്ത് എന്താണ്? ഡ്രൈവ് സേഫ്ലി, സുരക്ഷിതമായി വാഹനം ഓടിക്കൂ. അതേപോലെ തന്നെ പിന്നെന്താണ്? ടേക്ക് കെയർ അല്ലെങ്കിൽ ബി കെയർഫുൾ, ശ്രദ്ധയോടുകൂടി പോകുക എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. ശ്രദ്ധിക്കണം കേട്ടോ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ എന്തൊക്കെ പറഞ്ഞു? ബി കെയർഫുൾ എന്ന് പറഞ്ഞു. പിന്നെന്താണ്? ഡ്രൈവ് സേഫ്ലി എന്നും പറഞ്ഞു അല്ലെ. ഓക്കെ അല്ലേ? ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് കോൾ മീ വെൻ യു റീച്ച് ദർ അല്ലെ. കോൾ മീ വെൻ യു റീച്ച് ദർ. അവിടെ എത്തി തന്നെ വിളിക്കണം കേട്ടോ. അപ്പൊ ഇവിടുന്ന്, അതായത് നമ്മൾ സ്വന്തം വീട്ടിലേക്ക് ഇപ്പൊ വിരുന്നൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒക്കെ എന്താണ്? വീട്ടിലുള്ളവരൊന്നും നമ്മളോട് പറയും എന്താണ്? അവിടെ എത്തിയപ്പോ തന്നെ വിളിക്കണം കേട്ടോ അല്ലെ. എന്താണ് അതിന് പറയാ? കോൾ മീ വെൻ യു റീച്ച് ദർ അല്ലെ. അവിടെ എത്തിയപ്പോ തന്നെ എന്നോട് വിളിച്ചു പറയണം കാര്യങ്ങൾ അല്ലെ. എപ്പോഴാണ് എത്തിയതെന്നൊക്കെ പറയണം എന്ന് പറയില്ലേ. അല്ലെങ്കിൽ എന്നാലേ നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാവുള്ളൂ അല്ലെ. എത്തിയോ അത് വൈകിയോ എന്നൊക്കെ ഉണ്ടാവും. അപ്പൊ എന്താണ് അതിന് പറയേണ്ടത്? കോൾ മീ വെൻ യു റീച്ച് ദർ അല്ലെ. അവിടെ എത്തിയാൽ ഉടനെ എന്നെ വിളിക്കണം. ഇനി അടുത്ത് പറയാൻ പോകുന്നത് ഹലോ വേർ ആർ യു നൗ അല്ലെ. നിങ്ങളിപ്പോ എവിടെയാണുള്ളത് ചോദിക്കാറില്ലേ നമ്മള്. ചില സമയത്ത് ദേഷ്യം പിടിച്ച് നിൽക്കായിരിക്കില്ലേ. നമുക്ക് ആകെ നല്ല വിശപ്പൊക്കെ ഉണ്ടായിരിക്കും. നമ്മൾ വിശപ്പൊക്കെ അടക്കി പിടിച്ച് ഹസ്ബൻഡ് വരുന്നത് നോക്കിയിരിക്കായിരിക്കില്ലേ. അപ്പോഴാണെങ്കിലോ കാണാനുണ്ടാവില്ല. ചിലപ്പോൾ വിളിക്കും. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ വിളിച്ചു ചോദിക്കും എന്താണ്? ഹലോ വേർ ആർ യു നൗ അല്ലെ. നിങ്ങളിപ്പോ എവിടെയാണ് അല്ലെ. എവിടെയാണ്, ഇത്ര നേരം എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കാറില്ലേ. എന്ന പോലെ നിങ്ങൾ എവിടെയാണ് എന്ന് ചോദിക്കില്ലേ. അപ്പൊ അതിനെന്താ പറയേണ്ടത്? ഹലോ വേർ ആർ യു നൗ. നിങ്ങളിപ്പോ എവിടെയാണ് ചോദിക്കാറില്ലേ. എന്തായാലും മലയാളത്തിൽ നമ്മൾ ചോദിക്കാറുണ്ടാവില്ലേ. ഇനി മുതൽ ഇംഗ്ലീഷിലും ചോദിച്ചാൽ നമുക്ക് ഹസ്ബൻഡ് ഒന്നും കൂടി ഒന്ന് ഞെട്ടിക്കോളും അല്ലെ. അപ്പോ എന്താ ചോദിക്കേണ്ടത്? ഹലോ വേർ ആർ യു നൗ അല്ലെ. നിങ്ങളിപ്പോ എവിടെയാണ് എന്ന് ചോദിക്കണം. ഇനി നമ്മൾ പറയുന്നതാണ് ഐ എം വെയിറ്റിംഗ് ഫോർ യു അല്ലെ. ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയാണ്. എന്താ ചെയ്യുന്നത്? ഐ എം വെയിറ്റിംഗ് ഫോർ യു, ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഹലോ വേർ ആർ യു നൗ, നിങ്ങളിപ്പോ എവിടെയാണ്? ഐ എം വെയിറ്റിംഗ് ഫോർ യു, ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയാണ് അല്ലെ. ഐ എം വെരി വെരി ഹംഗ്രി, എന്താണ്? എനിക്ക് നല്ല വിശപ്പുണ്ട് അല്ലെ. യു പ്ലീസ് കം, എന്താണ്? ഐ എം വെയിറ്റിംഗ് ഫോർ യു അല്ലെ. ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയാണ് അല്ലെ. ഹലോ വേർ ആർ യു നൗ, നിങ്ങളിപ്പോ എവിടെയാണ്? അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? ഹലോ വേർ ആർ യു നൗ അല്ലെ. നിങ്ങളിപ്പോൾ എവിടെയാണ്? ഐ എം വെയിറ്റിംഗ് ഫോർ യു, ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയാണ് അല്ലെ. ഇത് നമ്മൾ പറയാറില്ലേ? പറയാറില്ലെങ്കിൽ ഇനി മുതൽ പറയണം കേട്ടോ. ഇനി അടുത്ത നമുക്ക് പറയാം ലഞ്ച് ഈസ് റെഡി അല്ലെ. ഉച്ചഭക്ഷണം തയ്യാറായി. ലഞ്ച് ഈസ് റെഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ലഞ്ച് ഉച്ചഭക്ഷണമാണ് അല്ലെ. ലഞ്ച് ഈസ് റെഡി എന്ന് പറഞ്ഞാല് ഉച്ചഭക്ഷണം തയ്യാറായി അല്ലെ. ഇനി എന്താണ്? ലെറ്റ്സ് ഹാവ് ലഞ്ച് ടുഗദർ, നമുക്ക് ഒരുമിച്ച് ലഞ്ച് കഴിക്കാം എന്ന് പറയും അല്ലെ. ലെറ്റ്സ് ഹാവ് ലഞ്ച് ടുഗദർ അല്ലെ. ടുഗദർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുമിച്ച് അല്ലെ. നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം, ലഞ്ച് കഴിക്കാം അല്ലെ. അപ്പൊ ലഞ്ചൊക്കെ റെഡിയായി, നമുക്ക് ഒരുമിച്ചിരുന്ന് ലഞ്ച് കഴിക്കാം. എങ്ങനെ പറയാ? ലഞ്ച് ഈസ് റെഡി അല്ലെ. ലഞ്ച് ഈസ് റെഡി എന്ന് പറയും അല്ലെ. ഉച്ചഭക്ഷണം തയ്യാറായി എന്നുള്ളതിന്. ഇനി നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം എന്നുള്ളതിന് എന്താ പറയാ? ലെറ്റ്സ് ഹാവ് ലഞ്ച് ടുഗദർ അല്ലെ. ലെറ്റ്സ് ഹാവ് ലഞ്ച് ടുഗദർ, നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. ഓക്കെ അല്ലേ? ഇനി അടുത്തതാണ് ഹൗ വാസ് യുവർ ഡേ, ഇന്നത്തെ ദിവസം എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു? ആർ യു ടയേർഡ്, നിങ്ങൾ ക്ഷീണിച്ചോ അല്ലെ. വൈകുന്നേരം ഇപ്പോ വീട്ടിലെ അച്ഛനോ അല്ലെങ്കിൽ പിന്നെ ഭർത്താവൊക്കെ വരുമ്പോ നമ്മള് ചോദിക്കും അല്ലെ, ഹൗ വാസ് യുവർ ഡേ അല്ലെ. ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു?
ആർ യു ടയേർഡ്, നിങ്ങൾ ക്ഷീണിതനാണോ, ക്ഷീണിച്ചോ, അല്ലെ? ആർ യു ടയേർഡ്, നിങ്ങൾ ക്ഷീണിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലെ? അപ്പൊ എങ്ങനെയായിരുന്നു? ഹൗ വാസ് യുവർ ഡേ, അല്ലെ? ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? വാസ് ആണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ എന്താണ്? എങ്ങനെ ഉണ്ടായിരുന്നു, ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെ? എങ്ങനെ ചോദിക്കണ്ടേ? ഹൗ വാസ് യുവർ ഡേ, ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? ആർ യു ടയേർഡ്, നിങ്ങൾ ക്ഷീണിച്ചിട്ടുണ്ടോ, അല്ലെ? ക്ഷീണിതനാണോ? നിങ്ങൾ ആകെ ക്ഷീണിച്ചിട്ടുണ്ടോ, അല്ലെ? ആർ യു ടയേർഡ്? ഇനി ടേക്ക് സം റെസ്റ്റ്, എന്താണ്? കുറച്ച് വിശ്രമിക്കൂ. ഇത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ടേക്ക് സം റെസ്റ്റ്, കുറച്ച് വിശ്രമിക്കൂ, അല്ലെ? ഐ തിങ്ക് യു ആർ വെരി ടയേർഡ്, അല്ലെ? എനിക്ക് തോന്നുന്നു നിങ്ങൾ വളരെയധികം ടയേർഡ് ആണെന്ന് തോന്നുന്നു. യു പ്ലീസ് ടേക്ക് സം റെസ്റ്റ്, അല്ലെ? നീ കുറച്ച് നേരം റെസ്റ്റ് എടുക്കൂ, അല്ലെ? നിങ്ങൾ കുറച്ച് റെസ്റ്റ് എടുക്കൂ എന്നൊക്കെ പറയാറുണ്ട്, അല്ലെ? എന്താണ്? ആർ യു വെരി ടയേർഡ്, എന്താണ്? നിങ്ങൾ ടയേർഡ് ആണോ എന്ന് ചോദിക്കൂ, അല്ലെ? എന്താണ്? പ്ലീസ് ടേക്ക് സം റെസ്റ്റ്, കുറച്ചു നേരം റെസ്റ്റ് എടുക്കൂ, അപ്പൊ ക്ഷീണമൊക്കെ മാറിക്കോളും, അല്ലെ? അങ്ങനെ പറയാറില്ലേ നമ്മള്? ടേക്ക് സം റെസ്റ്റ്, കുറച്ച് വിശ്രമിക്കൂ. ഇനി അടുത്തതായിട്ട് ഡിന്നർ ഈസ് റെഡി, അല്ലെ? ഡിന്നർ എന്ന് പറയുന്നത് ഏത് സമയം കഴിക്കുന്ന ഭക്ഷണമാണ്? രാത്രി കഴിക്കുന്ന ഭക്ഷണത്തിനെയാണ് നമ്മൾ ഡിന്നർ എന്ന് പറയുക, അല്ലെ? അപ്പൊ രാവിലെ കഴിക്കുന്നതാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ്, ഉച്ചയ്ക്കാണെങ്കിൽ ലഞ്ച് ആണ്, ഇനി രാത്രിയാണെങ്കിൽ എന്താണ്? ഡിന്നർ ആണ്, അല്ലെ? അപ്പൊ ഡിന്നർ ഈസ് റെഡി, അല്ലെ? രാത്രി ഭക്ഷണം തയ്യാറായി, ഡിന്നർ ഈസ് റെഡി, അല്ലെ? പിന്നെ നമ്മൾ നേരത്തെ പറയാം എന്താണ്? പ്ലീസ് കം ആൻഡ് ഈറ്റ്, വന്ന് ഭക്ഷണം കഴിക്കൂ എന്നൊക്കെ പറഞ്ഞിരുന്നു, അല്ലെ? ഓക്കെ, അപ്പൊ ഡിന്നർ ഈസ് റെഡി എന്ന് പറഞ്ഞാല് അത്താഴം എന്നൊക്കെ പറയാറില്ലേ? അത്താഴം, രാത്രി ഭക്ഷണം റെഡിയായി. താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ്, അല്ലെ? സഹായത്തിന് നന്ദി, അല്ലെ? ഇപ്പൊ വൈകുന്നേരം ഒക്കെ ആകുമ്പോ എന്താണ്? ഡിന്നറൊക്കെ കഴിച്ചു കഴിയുമ്പോൾ ചിലപ്പോ ആകെ പാത്രങ്ങളൊക്കെ അലങ്കോലായി കിടക്കുന്നുണ്ടായിരിക്കാം, അങ്ങനെ എല്ലാതും ഒന്ന് ക്ലീൻ ചെയ്യേണ്ടി വരും, അല്ലെ? അപ്പൊ ചിലപ്പോ ഹസ്ബൻഡോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് പറയാം, അല്ലെ? എന്താണ്? താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ്, അല്ലെ? നിങ്ങളുടെ സഹായത്തിന് നന്ദി എന്ന് പറയില്ലേ? അപ്പൊ അങ്ങനെ പറഞ്ഞു നോക്കണം കേട്ടോ. അപ്പൊ വീണ്ടും അവർക്ക് പിറ്റേ ദിവസം സഹായിക്കാൻ തോന്നിയല്ലോ, അല്ലെ? അപ്പൊ എന്താണ്? നിങ്ങളുടെ സഹായത്തിന് നന്ദി എന്നുള്ളതിന് എന്ത് പറയും? താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ്, അല്ലെ? പിന്നെ എന്താണ്? ഗുഡ് നൈറ്റ്, അല്ലെ? ശുഭരാത്രി. ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശുഭരാത്രി എന്നാണ്, അല്ലെ? ഇനി പറഞ്ഞത് എന്താണ്? സ്ലീപ് വെൽ, എന്താണ്? നന്നായി ഉറങ്ങൂ, അല്ലെ? ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞു നമ്മൾ, എന്താണ്? ശുഭരാത്രി എന്ന് പറഞ്ഞു, അല്ലെ? പിന്നെന്താണ്? സ്ലീപ് വെൽ, നന്നായി ഉറങ്ങൂ. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ശുഭരാത്രി, അല്ലെ? ഗുഡ് നൈറ്റ് എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ സ്ലീപ് വെൽ, നന്നായി ഉറങ്ങൂ, അല്ലെ? സീ ടുമോറോ, ഇനി നമുക്ക് നാളെ കാണാം, അല്ലെ? അപ്പൊ എന്താണ്? ഗുഡ് നൈറ്റ്, സ്ലീപ് വെൽ, സീ ടുമോറോ, അല്ലെ? ഗുഡ് നൈറ്റ്, എന്താണ്? ഗുഡ് നൈറ്റ്, രാത്രി കിടക്കാൻ പോകുമ്പോൾ നമ്മൾ ഗുഡ് നൈറ്റ് എന്ന് പറയാറുണ്ടല്ലേ? പറഞ്ഞിട്ടില്ലെങ്കിൽ എല്ലാവരോടും പറയണം കേട്ടോ. എന്താണ്? ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് ശീലിപ്പിക്കണം. അതുപോലെ തന്നെ നന്നായി ഉറങ്ങൂ എന്നുള്ളതിന് എന്താ? സ്ലീപ് വെൽ എന്ന് പറയും, അല്ലെ? സീ ടുമോറോ, ഇനി നാളെ കാണാം. അപ്പൊ ഇനി പ്രാക്ടീസ് ടൈം ആണ്, അല്ലെ? അപ്പൊ ഞാൻ ഓരോ സെന്റൻസും പറയും കേട്ടോ. അപ്പൊ അതേപോലെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് നോക്കണം. അപ്പൊ ആദ്യം ഇംഗ്ലീഷ് പറയും, പിന്നെ അതിന്റെ മലയാളം പറയും. നിങ്ങളും അതേപോലെ തന്നെ പറഞ്ഞു നോക്കണം, എന്റെ കൂടെ പറഞ്ഞു നോക്കണം കേട്ടോ. പിന്നെ ഇപ്പൊ മാത്രം പറഞ്ഞാൽ പോരാ, അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഫ്രീ സമയം എപ്പോഴാണോ ആ സമയത്തൊക്കെ നിങ്ങൾ ഇത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് നോക്കുകയും വേണം കേട്ടോ. അപ്പൊ എങ്ങനെ, നമുക്ക് തുടങ്ങിയാലോ? പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയാലോ? ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് ആദ്യം തുടങ്ങിയ സെന്റൻസ് എന്ന് പറയുന്നത് ഗുഡ് മോർണിംഗ് എന്നുള്ളതായിരുന്നു, അല്ലെ? ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സുപ്രഭാതം, അല്ലെ? ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സുപ്രഭാതം എന്നാണ്. അപ്പൊ ആദ്യം തുടങ്ങിയത് ഗുഡ് മോർണിംഗ് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്? ഡിഡ് യു സ്ലീപ് വെൽ, അല്ലെ? നന്നായി ഉറങ്ങിയോ എന്ന് ചോദിച്ചു. എന്താ പറഞ്ഞത്? ഡിഡ് യു സ്ലീപ് വെൽ എന്നാണ് ചോദിച്ചത്, അല്ലെ? പിന്നെ ചോദിച്ചത് എന്തായിരുന്നു? ഹൗ ആർ യു ടുഡേ, അല്ലെ? ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു, അല്ലെ? നല്ല ദിവസമായിരുന്നു, അല്ലെ? എങ്ങനെ ഉണ്ടായിരുന്നു? ഹൗ ആർ യു ടുഡേ എന്ന് ചോദിച്ചു, അല്ലെ? അപ്പൊ ഒന്നെന്താണ് പറഞ്ഞത്? ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ട് എന്തായിരുന്നു? ഡിഡ് യു സ്ലീപ് വെൽ, അല്ലെ? നന്നായി ഉറങ്ങിയോ എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ എന്താ പറഞ്ഞത്? ഹൗ ആർ യു ടുഡേ, അല്ലെ? ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ക്യാൻ യു ഹെൽപ് മീ, അല്ലെ? നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് ചോദിച്ചു, അല്ലെ? ക്യാൻ യു ഹെൽപ് മീ, എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് ചോദിച്ചു. പിന്നെ എന്താ പറഞ്ഞത്? ഞാൻ പറയുന്നതിൽ ചിലപ്പോൾ സെന്റൻസുകൾ ഡിസോർഡർ ആയിട്ടൊക്കെ പറയുന്നുണ്ടായിരിക്കും, കറക്റ്റ് ഓർഡറിലൊന്നും ആവില്ല കേട്ടോ. കാരണം എന്തൊക്കെയാ മുന്നേ പറഞ്ഞതെന്നുള്ളതൊന്നും യാതൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോ എന്തായാലും പറഞ്ഞ കാര്യങ്ങളെല്ലാതും ഉണ്ടായിരിക്കും, അല്ലെ? വേർ ആർ യു ഗോയിങ്, അല്ലെ? നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? എന്താണ് അതിന് പറയാ? വേർ ആർ യു ഗോയിങ്, അല്ലെ? ഇനി വെൻ വിൽ യു കം ബാക്ക്, നിങ്ങൾ എപ്പോഴാണ് തിരിച്ചു വരുന്നത്, അല്ലെ? എന്താ ചോദിക്കുക? വെൻ വിൽ യു കം ബാക്ക്, അല്ലെ? പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ്? പ്ലീസ് ക്ലോസ് ദി ഡോർ, അല്ലെ? ആ വാതിലൊന്ന് അടയ്ക്കൂ എന്ന് പറഞ്ഞു. പിന്നെന്താണ്? പ്ലീസ് ഓപ്പൺ ദി വിൻഡോ, അല്ലെ? ആ ജനലൊന്ന് തുറക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ പറഞ്ഞല്ലേ? എന്താണ്? ക്ലോസ് ദി ഡോർ, ഓപ്പൺ ദി വിൻഡോ, അല്ലെ? വാതിലടക്കി ജനൽ തുറക്ക് എന്നൊക്കെ പറഞ്ഞു. പിന്നെന്താണ്? ബി കെയർഫുൾ, അല്ലെ? ബി കെയർഫുൾ എന്നുള്ള കഴിഞ്ഞ ക്ലാസ്സിലെ പറഞ്ഞു. ടേക്ക് കെയർ, അല്ലെ? ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിരുന്നു, അല്ലെ? ടേക്ക് കെയർ എന്ന് പറഞ്ഞു, ശ്രദ്ധിക്കണം. പിന്നെന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്?
ഡ്രൈവ് സേഫ്ലി അല്ലെ, ശ്രദ്ധിച്ച് വാഹനം ഓടിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. എന്താണ് ഡ്രൈവ് സേഫ്ലി എന്നുള്ളതാണ് അല്ലെ. ഡ്രൈവ് സേഫ്ലി എന്താണ് ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കൂ. അടുത്ത് പറഞ്ഞ എന്താണ് കോൾ മീ വെൻ യു റീച്ച് ദർ അല്ലെ. അവിടെ എത്തിയാൽ അപ്പൊ തന്നെ എന്നെ വിളിക്കണം കേട്ടോ. എന്താ പറയാ കോൾ മീ വെൻ യു റീച്ച് ദർ അല്ലെ. എത്തിയാൽ ഉടനെ തന്നെ എന്നെ അറിയിക്കണം. കോൾ മീ വെൻ യു റീച്ച് ദർ. അവിടെ എത്തിയാൽ ഉടനെ എന്നെ വിളിക്കണം. ഓക്കെ. ഇനി അടുത്ത് പറഞ്ഞാണ് ഹലോ വേർ ആർ യു നൗ അല്ലെ. നിങ്ങളിപ്പോ എവിടെയാണ് അല്ലെ. ഹലോ വേർ ആർ യു നൗ. നിങ്ങളിപ്പോ എവിടെയാണ്. ഐ എം വെയിറ്റിംഗ് ഫോർ യു അല്ലെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അല്ലെ. നിങ്ങൾ എവിടെയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഐ എം വെയിറ്റിംഗ് ഫോർ യു. ഐ എം വെയിറ്റിംഗ് ഫോർ യു അല്ലെ. അപ്പൊ എന്താണ് ഹലോ വേർ ആർ യു ഗോയിങ്, പിന്നെന്താണ് ഐ എം വെയിറ്റിംഗ് ഫോർ യു. ഓക്കെ അല്ലേ. ഇനി നമ്മൾ പറഞ്ഞു തരുന്നത് എന്താണ് ലഞ്ച് ഈസ് റെഡി അല്ലെ. എന്താണ് ഉച്ചഭക്ഷണം തയ്യാറായി. ലെറ്റ്സ് ഹാവ് ലഞ്ച് ടുഗദർ അല്ലെ. നമുക്ക് ഒരുമിച്ച് ലഞ്ച് കഴിക്കാം. എന്താണ് ലഞ്ച് ഈസ് റെഡി, ലെറ്റ്സ് ഹാവ് ലഞ്ച് ടുഗദർ എന്നുള്ളത് അല്ലെ. അപ്പൊ ഓർമ്മയുണ്ടാവില്ലേ ലഞ്ച് ഈസ് റെഡി, ലെറ്റ്സ് ഹാവ് ലഞ്ച് ടുഗദർ. നമുക്ക് ഒരുമിച്ച് ലഞ്ച് കഴിക്കാം. ഇനി അടുത്താണ് ആർ യു ടയേർഡ്. നിങ്ങൾ ക്ഷീണിച്ചിട്ടുണ്ടോ അല്ലെ. എന്താ ചോദിക്കുക നിങ്ങൾ ക്ഷീണിച്ചിട്ടുണ്ടോ എന്നുള്ളതിന് ആർ യു ടയേർഡ്. ഇനി ഹൗ വാസ് യുവർ ഡേ. ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം. ഹൗ വാസ് യുവർ ഡേ എങ്ങനെ ഉണ്ടായിരുന്നു അല്ലെ. ഹൗ വാസ് യുവർ ഡേ എങ്ങനെ ഉണ്ടായിരുന്നു. ആർ യു ടയേർഡ് നിങ്ങൾ ക്ഷീണിച്ചിട്ടുണ്ടോ. ഇനി അടുത്ത് പറഞ്ഞിരുന്നു എന്താണ് ടേക്ക് സം റെസ്റ്റ് അല്ലെ. കുറച്ച് റെസ്റ്റ് എടുക്കുവോ അല്ലെ, കുറച്ച് വിശ്രമിച്ചോളൂ. എന്താണ് പറയേണ്ടത് ടേക്ക് സം റെസ്റ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു എന്താണ് ഡിന്നർ ഈസ് റെഡി അല്ലെ. എന്താണ് രാത്രി ഭക്ഷണം റെഡിയായി. ഡിന്നർ ഈസ് റെഡി എന്ന് പറഞ്ഞു അല്ലെ. ഓക്കെ അല്ലേ. ഇനി അടുത്ത് പറഞ്ഞു താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ് അല്ലെ. സഹായിച്ചതിന് നന്ദി. എന്താ പറഞ്ഞത് താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ്, സഹായിച്ചതിന് നന്ദി അല്ലെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗുഡ് നൈറ്റ് പറഞ്ഞു അല്ലെ. ഗുഡ് നൈറ്റ് എന്താ പറഞ്ഞത് ഗുഡ് നൈറ്റ്. അത് കഴിഞ്ഞിട്ടോ സ്ലീപ് വെൽ നന്നായി ഉറങ്ങണം അല്ലെ. സ്ലീപ് വെൽ എന്ന് പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞത് സീ യു ടുമോറോ അല്ലെ. ഇനി എന്താണ് ഇനി അടുത്ത ദിവസം കാണാം. സ്ലീപ് വെൽ അല്ലെ. ഗുഡ് നൈറ്റ്, സ്ലീപ് വെൽ, സീ യു ടുമോറോ. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്റെ കൂടെ പറഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരിക്കും അല്ലെ. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മളൊരു 10-26 സെന്റൻസുകളെങ്കിലും പഠിച്ചിട്ടുണ്ടാവുമായിരിക്കും അല്ലെ. അപ്പൊ ഇന്ന് പഠിച്ച ഈ 26 സെന്റൻസുകളിൽ നിങ്ങൾ ഇന്ന് മുതൽ യൂസ് ചെയ്യാൻ തുടങ്ങുന്ന അല്ലെങ്കിൽ ഇന്ന് തന്നെ യൂസ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു 5 സെന്റൻസ് ഏതാണെന്ന് ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അപ്പൊ ഇന്ന് തന്നെ ഇപ്പൊ ഈ സെന്റൻസുകളൊക്കെ കേട്ടപ്പോ ഇത് ഇന്ന് തന്നെ എനിക്ക് യൂസ് ചെയ്ത് തുടങ്ങണം, ഇന്ന് എനിക്ക് സ്റ്റാർട്ട് ചെയ്യണം, അത് പറഞ്ഞു തുടങ്ങണമെന്ന് നമ്മുടെ മനസ്സിൽ തോന്നിയ ആ ഒരു 5 സെന്റൻസ് ഏതാണ് എന്നുള്ളത് കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ. ഓക്കെ. അപ്പൊ ഈ ഒരു സമയത്ത് എനിക്ക് ഓർമ്മ വന്നു, പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഓരോ സെന്റൻസുകൾ ഇങ്ങനെ പറഞ്ഞ സമയത്ത് ടീ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അല്ലെ. പ്രോപ്പറായിട്ട് ടീ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതല്ല ഉദ്ദേശിച്ചിരുന്നത്, ഓരോ സെന്റൻസും അത് എങ്ങനെ അത് യൂസ് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അതിൽ ചായപ്പൊടി ഇടാൻ ടീ പൗഡർ ഇടാൻ മറന്നുപോയി എന്നുള്ളത് കേട്ടോ. ഇനി ഞാൻ എന്തെങ്കിലും ഇടാൻ മറന്നുപോയാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇടണം കേട്ടോ. ആഡ് സം ഷുഗർ എന്നുള്ളതൊക്കെ പറഞ്ഞു അല്ലെ. പിന്നെ എന്താണ് ആഡ് സം മിൽക്ക് എന്നൊക്കെ പറഞ്ഞു. എന്താണ് ആഡ് സം ടീ പൗഡർ എന്ന് പറഞ്ഞില്ല. ഇനിയിപ്പോ ടീ ആണോ കോഫി ആണോ എന്താണ് വേണ്ടതെന്ന് അറിയില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതിൽ എന്തായാലും ചേർക്കാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യണം. ഞാൻ എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും ഷെയർ ചെയ്ത് തരുന്നതാണ്. അപ്പോ നിങ്ങളുടെ ഓരോ കമന്റ്സും കാണുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ചില ആളുകൾ പറയാറുണ്ട് ഇന്ന വീഡിയോസ് ചെയ്യുമെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ തീർച്ചയായും അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ തീർച്ചയായും കാണണം. അതേപോലെ തന്നെ നിങ്ങൾ അത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് യൂസ് ചെയ്യും വേണം കേട്ടോ.